ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരെ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരെ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. ഒരു വർഷാവസാന രാത്രി അപ്പം ആ ഇടവകയിലെ അച്ഛൻ എന്നെ വിളിച്ചു. ബേബിച്ച, ഇടവകയിൽ വർഷാവസാന രാത്രിയിൽ ആരാധനയുണ്ട്, കുർബാനയുണ്ട്, വർഷാരംഭ പ്രാർത്ഥനയുണ്ട്, വർഷാവസാന പ്രാർത്ഥനയുണ്ട്. അപ്പം 1 മണിക്കൂർ ആരാധന നടത്താൻ ബേബിച്ചെന്ന് വരാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ വരാമെന്ന് പറഞ്ഞു. ബേബിച്ചൻ വരുമ്പോൾ ഓർഗനിസ്റ്റിനെ കൊണ്ടുവരൊന്നും വേണ്ട, ഓർഗൻ വായിക്കാനുള്ള പയ്യൻ ഈ ഇടവക ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഒരു 4 മണിയോട് കൂടി ഞാൻ ആ ഇടവകയിലെത്തി. അന്ന് വൈകിട്ടാണ് ആരാധനയൊക്കെ ഉള്ളത്. ഞാനിവിടെ ചെന്നിട്ട് ആ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമുക്ക് വൈകിട്ട് ആരാധനയ്ക്ക് ആ പാട്ടുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, ആ ഓർഗൻ വായിക്കുന്ന പയ്യനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഉടനെ അച്ഛൻ പറഞ്ഞു, ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഫോൺ എടുത്തു. ഹലോ ഹലോ, ആ മോനെ ഓർഗനുമായിട്ട് പെട്ടെന്ന് വാ, നമ്മൾ വൈകിട്ടത്തേക്ക് വേണ്ട പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അച്ഛൻ ഈ മോൻ പറഞ്ഞു, അച്ഛാ ഇന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ ചോദിച്ചു, എന്താ കാര്യം? ഉടനെ മോൻ പറഞ്ഞു, മമ്മി പറഞ്ഞത് നാളെ രാവിലത്തെ കുർബാനയ്ക്ക് പോയാൽ മതിയെന്നാ മമ്മി പറഞ്ഞെന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ പറഞ്ഞു, മമ്മിയുടെ ഫോൺ കൊടുക്കണമെന്ന് പറഞ്ഞു. ഉടനെ മമ്മിയുടെ ഫോൺ കൊടുത്തു. ഉടനെ അച്ഛൻ വിളിച്ച് മമ്മിനെ വിളിച്ചു, ഹലോ മമ്മിയേ, എന്നാ അച്ഛാ വിശേഷമൊക്കെ, സുഖമാണോ അച്ഛന്? ഞാൻ വിളിച്ചെന്നറിയാമോ, മോനെ വിടണം, ഓർഗനുമായിട്ട് വിടണം, നമുക്ക് രാത്രിയിൽ ആരാധനയും കുർബാനയൊക്കെ ഉണ്ടല്ലോ, പാട്ടുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഉടനെ മമ്മി പറഞ്ഞു, സോറി ഫാദർ, ഇന്ന് വിടാൻ പറ്റില്ല അച്ഛാ, നാളെ രാവിലത്തെ കുർബാനയ്ക്ക് വിട്ടോളാം. ഉടനെ അച്ഛൻ ചോദിച്ചു, എന്താ കാര്യം? അച്ഛാ ഇന്ന് വിട്ടു കഴിഞ്ഞാൽ അവൻ രാത്രി ഉറക്കളച്ചാ രാവിലെ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ ഉറങ്ങും അച്ഛാ, അവൻ്റെ ക്ലാസ് മിസ്സാകും. അച്ഛൻ പറഞ്ഞു, വർഷാവസാനം രാത്രിയില്ല തന്നെ ഒരു 2 മണിക്കൂറല്ലേ ഉള്ളൂ, അതിനെന്നെ അവനെ വിട്ട് കഴിഞ്ഞാൽ അവന് ആരോഗ്യം കൂടുകയുള്ളൂ, ഒരു കുറവും ഉണ്ടാകുകയല്ല. ഉടനെ മമ്മി പറയും, അച്ഛൻ എന്നാ അച്ഛാ പറയുന്നത്, അവൻ്റെ ക്ലാസ് മിസ്സായി ശരിയാകല്ല, അവനൊരു ഉന്നത ഒരു കോഴ്സ് പറഞ്ഞു, അതിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് അച്ഛൻ അറിയാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ കെഞ്ചാൻ നിന്നില്ല, അച്ഛനോട് ഫോൺ വെച്ചു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയ അച്ഛാ? അച്ഛൻ പറഞ്ഞു, മമ്മി പറഞ്ഞത് അവൻ വലിയ വിദ്യാഭ്യാസത്തിനൊക്കെ പോകണം, ക്ലാസ്സിൽ പോയിരുന്നു ഉറങ്ങും, രാത്രി ഉറക്കളച്ച് കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു, സാരമില്ല അച്ഛാ, നിങ്ങൾ ഓശാന പാടിയില്ലെങ്കിൽ ഈ കല്ലുകൾ ഓശാന പാടുമെന്ന് പറഞ്ഞിട്ടില്ലേ ഈശോ? സാരമില്ല എന്ന് പറഞ്ഞ് അന്ന് രാത്രി ആരാധന നടത്തി. വാ വാ യേശുനാഥ, വെറും വായ്പാട്ട് പാടി ആരാധന നടത്തി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, പ്രിയമുള്ളവരെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ കുഞ്ഞിനെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഫോർമുലകൾ പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ? ഇവന് ഈ ഓർഗൻ വായിക്കാനുള്ള സാങ്കേതികത പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവല്ലേ? ആ ദൈവം നൽകിയ ഒരു ആയുസിൻ്റെ ഒരു പുതുവർഷം കാണുവാൻ, ആ പുലരി കാണുവാൻ ഈ കുഞ്ഞിനെ അനുവദിക്കുകയോ ഇല്ലെന്ന് ഈ മമ്മിക്ക് അറിയുമോ? എന്നിട്ട് പോലും എൻ്റെ കൊച്ചിൻ്റെ വിദ്യാഭ്യാസം എന്ന് തൂത്തുകൂട്ടി ചേർത്ത് പിടിക്കുന്ന ഈ മമ്മി, അച്ഛൻ പറഞ്ഞൊരു കാര്യം ഓർക്കുക, ഇതുപോലുള്ള മാതാപിതാക്കളാണ് ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തങ്ങൾ. ഏതായാലും ആ സംഭവത്തിൽ നിന്നും എനിക്കൊരാശയം കിട്ടി എഴുതാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ലോകസുഖമോഹമെല്ലാം കടന്നു പോകും, മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും, മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. പ്രിയമുള്ളവർ, അതുകൊണ്ട് ദൈവത്തെ കൂടാതെ എത്ര ഞായറാഴ്ചകൾ എൻ്റെ മക്കളുടെ ജീവിതത്തിലുണ്ടായി.
അത് ആര് പറഞ്ഞാലും ആര് പഠിപ്പിച്ചാലും തെറ്റ് തെറ്റ് തന്നെയാണ് പ്രിയമുള്ളവരെ. അതിനൊരു ന്യായീകരണവുമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അതിൻ്റെ അങ്ങനെ സംസ്കാരം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു സംസ്കാരം വളർന്നതുകൊണ്ട് അറിയേണ്ട കാര്യം അറിയേണ്ട രീതിയിൽ പോയി. അറിവുണ്ടെന്ന് ഭാവിക്കുന്ന അറിയേണ്ടത് അറിയുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ നാളിൽ ഒരു ഇടവക ദേവാലയത്തിൽ ചെന്നപ്പോൾ അന്ന് അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, ഈ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളോട് കുറച്ച് സംസാരിക്കാമെന്ന് ചോദിച്ചു. 1 മണിക്കൂർ. ഞാൻ പറഞ്ഞു സംസാരിക്കുക അച്ഛാന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടി ഒരു ധ്യാന രീതിയിൽ 1 മണിക്കൂർ ക്ലാസ് കൊടുക്കാൻ നേരത്ത് അച്ഛൻ പറഞ്ഞു, കുട്ടികളെല്ലാം മുന്നോട്ട് കയറി നിൽക്കാൻ പറഞ്ഞു ആ ക്ലാസ്സിന് മുമ്പ്. പ്രിയമുള്ളവരെ, ഞാൻ നോക്കുമ്പോൾ പിള്ളേരെല്ലാം ഈ സൺഡേ സ്കൂളിൻ്റെ പുസ്തകമുണ്ട്, വേദോട് പുസ്തകമുണ്ട്, അത് ഒരു ബാഗിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പിള്ളേരെല്ലാം അവിടെ നിന്നുകൊണ്ട് മുന്നോട്ട് കയറി നിന്നു. എങ്ങനെയെന്നറിയട്ടെ? കാലുകൊണ്ട് ഈ ബാഗ് മുന്നോട്ട് നിരക്കി നീക്കി കയറി നിന്നു. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. ഇനി പണ്ട് വിദ്യാഭ്യാസമില്ലാത്ത മാതാപിതാക്കളാണെങ്കിലോ, അവർ പഠിപ്പിക്കുന്ന മക്കളെ നോക്കിക്കോ, അറിയാതെ പുസ്തകത്തിലേക്ക് ചവിട്ടിപ്പോയ എന്നായിരിക്കും അനുഭവം? അടി എവിടെ വന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. എടാ പുസ്തകം എടുക്കണം, തൊട്ട് നെറ്റിയെ വെച്ചേടാ പറയല്ലേ. അത് ദൈവീക ജ്ഞാനത്തിൻ്റെ നാളുകളായിരുന്നു പ്രിയമുള്ളവരെ. അത് ആഴമായ വിശ്വാസത്തിൻ്റെ നിറവായിരുന്നു. അങ്ങനെയുള്ള സംസ്കാരമുള്ള കാലഘട്ടം മാറിമറിഞ്ഞു പോയി പ്രിയമുള്ളവരെ. അപ്പോൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. പരിശുദ്ധ മറിയമെന്ന വിശ്വാസത്തിൻ്റെ മാതാവിനെ മുറുകെ പിടിക്കുക. ഇത് ഫാത്തിമ വർഷമായി. ഇത് 1917 മെയ് 13 പോർച്ചുഗലിലെ ഫാത്തിമയിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടു. അമ്മ പറഞ്ഞു, മക്കളെ, ലോകം പിശാച് കടന്നാക്രമിക്കുക. ലോകത്തെ കടന്നാക്രമിക്കുക. കുടുംബങ്ങൾ തകരുന്നു, ഹൃദയങ്ങൾ തകരുന്നു. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. അമ്മ പറഞ്ഞ എന്താ? ദിവ്യകാരുണ്യത്തിൽ നിങ്ങൾ ആഴപ്പെടണം. നിങ്ങൾ വിശ്വാസത്താൽ എൻ്റെ ദിവ്യകാരുണ്യ പുത്രനോട് ഏറെ സ്നേഹം കാണിക്കണം. ഇന്ന് എൻ്റെ തിരുപുത്രൻ ദിവ്യകാരുണ്യം അവഹേളിക്കപ്പെടുന്നു, നിന്ദിക്കപ്പെടുന്നു. അമ്മ അന്ന് ആഹ്വാനം നൽകി. നിങ്ങൾ ജപമാല ചൊല്ലണം. അതെങ്ങനെ? ഭക്തിയോടെ ശ്രദ്ധയോടെ മക്കളെ കൊന്ത ചെല്ലണമെന്ന് പറഞ്ഞു. റഷ്യയെ എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ അമ്മ പറഞ്ഞു. റഷ്യ മാനസാന്തരപ്പെടുമെന്ന് അമ്മ പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, അമ്മയുടെ വാക്കുകൾ ആരൊക്കെ അനുസരിച്ചോ, അമ്മയുടെ വാക്കുകൾ ആരൊക്കെ വിശ്വസിച്ചോ, അവരെല്ലാം യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ വഴി കണ്ടെത്തി. ജോൺ പോൾ പാപ്പ, ആ പാപ്പ വന്ന് 1979, പിന്നെ 89 പാപ്പ പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചു. റഷ്യയെ, അതേ കമ്മ്യൂണിസത്തിന്റെ ഉൾപ്പൊരുളുകൾ ഉജ്ജ്വലിച്ചു നിന്ന റഷ്യ, ആ റഷ്യയെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിൽ വിശ്വാസപൂർവം പ്രതിഷ്ഠിച്ചു. സംഭവിച്ചത് എന്താണെന്നറിയാം, നമുക്കറിയാം. കമ്മ്യൂണിസം തലകുത്തി താഴെ വീണു. ഞാനിത് പറയുന്നത് രാഷ്ട്രീയമല്ല, ചരിത്രമാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ മറിയത്തെ ഇന്ന് മനുഷ്യൻ വേണ്ടത്ര രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ സാധ്യത, ഒരു വലിയ സത്യം തന്നെയാണ്. ഇന്ന് തിരക്ക് പിടിച്ചിട്ട് ആരും പ്രാർത്ഥന പോലും പലപ്പോഴും ചൊല്ലുന്നില്ല. സത്യത്തിൽ ക്രിസ്തീയ ജീവിത വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുന്ന അധ്യാപിക പരിശുദ്ധ മറിയമല്ലാതെ മറ്റാരുമല്ല. എവിടെയൊക്കെ അന്ധവിശ്വാസങ്ങളുണ്ടോ, അനാചാരങ്ങളുണ്ടോ, അവിടെ മറിയം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഗാഡലൂപ്പയില് അവിടെയുള്ള ജനങ്ങൾ സൂര്യനെ വലിയ ദേവനായി ആരാധിച്ചു. അവരുടെ വിശ്വാസം ഇങ്ങനെയായിരുന്നു: ചൂട് കൂടിക്കഴിഞ്ഞപ്പോൾ ആ സൂര്യൻ ഭൂമിയെ നശിപ്പിക്കുമെന്ന് അവർ ചിന്തിച്ചു. അവർ കണ്ടെത്തിയ പ്രതിവിധി ഇതായിരുന്നു: ഓരോ ദിവസവും ഓരോ യുവാക്കന്മാരെ ബലി കൊടുക്കുക, കുരുതി കൊടുക്കുക സൂര്യദേവന്. അങ്ങനെ അന്ധവിശ്വാസം അവിടെ നിഴലിച്ചപ്പോൾ ഓരോ ദിവസവും ഓരോ യുവാക്കന്മാരെ, യുവതികളെ കഴുത്തറുത്ത് ബലിയർപ്പിക്കുന്നു സൂര്യദേവന്. അന്ധവിശ്വാസത്തിന് കൊടികുത്തിയ അവസ്ഥ. പ്രിയമുള്ളവരെ, ആ ഗാഡലൂപ്പയില്
ജോൺ ഡിയാഗോ എന്ന് പറയുന്ന ഒരു ആദിവാസി ചെറുപ്പക്കാരന് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടു. എന്ത് സംഭവിച്ചു? ഒരിക്കലും താഴ്വരയിലൂടെ കടന്നു പോകുന്ന ജോൺ ഡിയാഗോ കണ്ടു ഒരു സുന്ദരിയായ സ്ത്രീ പരിശുദ്ധ മറിയത്തെ കണ്ടിട്ട് ഇവനെല്ലാം മറന്നിങ്ങനെ നിന്നു. അവൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ദൈവമാതാവാണ്, ഞാൻ എന്ത് ചെയ്യണം? ഇവൻ ചോദിച്ചു. ഇവിടുത്തെ ബിഷപ്പിനോട് പോയി പറയണം, ഇവിടെ ദേവാലയം വേണമെന്ന് പറയണമെന്ന് പറഞ്ഞു. ജോൺ ഡിയാഗോ ഓടി. കീറ വസ്ത്രം ധരിച്ച ഒരു ആദിവാസി. അദ്ദേഹം ചെന്നപ്പോൾ സെക്യൂരിറ്റി പോലും കടത്തിവിട്ടില്ല. എങ്കിലും കാണണമെന്ന് പറഞ്ഞു പിതാവിനെ. ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞു, പിതാവേ, ഞാൻ പോകുന്ന വഴി ഒരു സ്ത്രീയെ കണ്ടു, മറിയമാണെന്നാ മാതാവാന്നാ പറഞ്ഞത്, ദൈവമാതാവെന്നാ പറഞ്ഞത്, ഇവിടെ ഒരു ദേവാലയം പണിയണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായി പിതാവ് ചോദിച്ചു, ദേവാലയമൊക്കെ പണിയാം, പക്ഷേ നീ ചെന്ന ആ സ്ത്രീയോട് ചോദിക്ക്, എനിക്കൊരു അടയാളം തരാൻ പറയാൻ പറഞ്ഞു. എന്ത് സംഭവിച്ചു? ഇവൻ തിരിഞ്ഞോടി ചെന്നപ്പോൾ പിറ്റേന്ന് ആ വഴിയിൽ ഇതാ നിൽക്കുന്നു പരിശുദ്ധ മറിയം. എന്താ നിന്റെ എന്ത് പറഞ്ഞു? ഇവൻ പറഞ്ഞു, അമ്മേ, ഇങ്ങനെ പിതാവ് പറഞ്ഞു ഒരു അടയാളം തരണമെന്നാ പറഞ്ഞത്, എങ്കിൽ നിനക്ക് അടയാളം തരാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ശൈത്യത്തിന്റെ താഴ്വര, മഞ്ഞ് വീഴുന്ന ആ പ്രഭാതത്തില്, സാധാരണ മഞ്ഞ് വീഴുന്ന ഇടങ്ങളിൽ ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത അത്രമാത്രം ഈ തണുവായിരിക്കും. അവിടെ അമ്മ വിളിച്ചു കൂട്ടി ജോൺ ഡിയാഗോയെ വരാൻ പറഞ്ഞു. ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ എന്താ കണ്ടെന്നറിയാമോ? നിറയെ പുഷ്പാലങ്കൃതമായ വലിയ പൂന്തോട്ടം. അവൻ പെട്ടെന്ന് ഈ മാതാവ് തന്നെ പൂക്കളിറുത്ത് ഒരു ഇവന്റെ രണ്ടാം മുന്നിലെ പുതപ്പ് അതില് കെട്ടി ഈ ഫ്രഷ് പൂക്കള് വേഗം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അവൻ നേരെ പിതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു. ഇത് കണ്ടതും പിതാവ് ചാടി എഴുന്നേറ്റു. കാരണം അത് പൂവുകളുടെ കാലമല്ല. എന്നിട്ട് പോലും ശുഭ്രത മാറാത്ത, സിക്തത മാറാത്ത നല്ല പുഷ്പങ്ങൾ സൗരഭ്യം പൊഴിയുന്നു. ബിഷപ്പ് അവിടെ മുട്ടുകുത്തി. അവൻ ആ പൂക്കൾ കുടഞ്ഞിട്ടിട്ട് ആ മേൽമുണ്ട് വിരിച്ചപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അതിൽ ഇതാ ആ പ്രത്യക്ഷപ്പെട്ട മറിയത്തിന്റെ രൂപം തെളിഞ്ഞു നിൽക്കുന്നു. ലൂർദ്, ഫാത്തിമ, ഗരബന്താൾ, മേഡ്ജുഗുറിയ, ഗാഡലൂപ്പെ, അവിടെയൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിലൊക്കെ പ്രിയമുള്ളവരെ വലിയ മുന്നേറ്റമുണ്ടായി, വിശ്വാസം വളർന്നു. ഈ ഗാഡലൂപ്പിൽ സംഭവിച്ചെന്താണെന്നറിയാമോ? 1ഉം 2ഉമല്ല, 75 ലക്ഷം പേരാണ് മാനസാന്തരപ്പെട്ട് ക്രിസ്തീയ വഴികൾ തെരഞ്ഞെടുത്ത് യേശുവിലേക്ക് ഒന്നു ചേർന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വഴികളിൽ നമുക്കറിയാം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ബന്ധനത്തിന്റെയും ശാപത്തിന്റെയും ഒക്കെ ഒരു കുത്തൊഴുക്ക ഇന്നത്തെ പല മുന്നേറ്റങ്ങളും പല കൂട്ടായ്മകളിലും. തിരിച്ചറിയുക, ക്രിസ്ത്യാനിക്ക് അവന്റെ ശാപം എന്ന് പറയുന്നത് അവൻ യേശുവിനെ കണ്ടെത്താത്തതാ. അല്ലാത്ത പിശാച് കൊണ്ട് തരുന്ന ശാപമൊന്നുമില്ല. കാരണം പിശാചിനെയും പാപത്തെയും മരണത്തെയും ജയിച്ചുദ്ധനായ ഒരു നേതാവാണ് നമുക്കുള്ളത്. ആ നേതാവിനേക്ക് വിശ്വാസത്തോടെ അടിയറച്ചു നിൽക്കുവാൻ പരിശുദ്ധ മറിയവും നമുക്ക് കൂടെയുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വെറും പാമ്പിനെ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്നതല്ലോ അല്ലെന്ന് തിരിച്ചറിയണം നമ്മൾ. ഏകമാണത്, പരിശുദ്ധമാണത്, സൈകികമാണത്, സാർവത്രികമാണിത് ആ സത്യസഭ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അറിയണം, ഇന്ന് നമ്മൾ ഈ വിശ്വാസ പ്രമാണം അത് തിരുസഭയുടെ ബൈലോയ. നമ്മൾ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അംഗമായി നമ്മൾ ഓരോ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ, സ്വർഗീയ ദൂതവൃന്ദഗണങ്ങളുടെ, പുണ്യന്മാരുടെ ഐക്യത്തിന്റെ, കുംഭസാരത്തിന്റെ, ജ്ഞാനസ്നാനത്തിന്റെ ഒക്കെ ധന്യത നമ്മളെ പുൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിശ്വാസ പ്രമാണം ഭക്തിയോടെ ശ്രദ്ധയോടുകൂടി അർപ്പിക്കണം. കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന യേശുവിനെ ആരാധിച്ച് മുന്നേറുവാൻ ഈ വിശ്വാസം നമ്മൾ ഏറ്റുപറയണം. വിശ്വാസം ഏറ്റുപറയുന്ന ഒരു കുഞ്ഞിന്റെ അരികിൽ സാത്താൻ നിൽക്കാൻ പറ്റിയല്ല. കാരണം അവൻ ഹൃദയപൂർവ്വം ഏറ്റുപറയുകയാണ്, ഞാൻ എൻ്റെ യേശുവിനെ വിശ്വസിക്കുന്നു. അപ്പോ ഇനി ഈ വിശ്വാസം നമുക്ക് ബലപ്പെടുത്തുന്നത് എങ്ങനെയാ? അത് കൂദാശകളിലൂടെ ലഭ്യമാകുന്നത്. ഈ കൂദാശ ലഭ്യമാകുന്നതിലൂടെയാ, വൈദികരിലൂടെയാ. ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നോൾ പരിശുദ്ധ മറിയമാ. തിരുസഭയോടുള്ള സ്നേഹവും വിശ്വാസവും അത് പഠിപ്പിക്കുന്നത് വൈദികരാ.
ഒരുപക്ഷെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഭാവം നമുക്കുണ്ടാകാം, ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ബോറടി തോന്നിയേക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ പരിശുദ്ധ മാതാവ് തിരുസഭയുടെ രാജ്ഞിയാണ്. അപ്പൊ തിരുസഭയോടുള്ള വിശ്വാസത്തിൽ അടിയുറയ്ക്കുവാൻ പരിശുദ്ധ മറിയം പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ ആ പഠന വഴി മുന്നേറാൻ പറ്റുള്ളൂ. കാരണം യേശുവിനെ പഠിപ്പിച്ചത് പരിശുദ്ധ അമ്മയാണ്. അപ്പൊ സഭയെ സ്നേഹിക്കണോ, മറിയത്തെ സ്നേഹിച്ചേ പറ്റൂ. ഇനി സഭയുടെ വിശ്വാസങ്ങൾ, സത്യങ്ങൾ, അല്ലെങ്കിൽ സഭയുടെ പ്രബോധനങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണോ, ഇത് പഠിപ്പിക്കുന്നത് പരിശുദ്ധ മറിയുവാ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ, ഇതെല്ലാം പഠിപ്പിക്കുന്ന നിത്യസഹായകനായ അധ്യാപകരിൽ നിന്നും നിത്യസഹായികയായ ഈ അധ്യാപികയാണ് ആ പോർഷനെല്ലാം നമ്മളെ വാങ്ങിച്ചു തന്ന് നമുക്ക് വേണ്ട രീതി അനുവാദഗതി പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ, അടിയുറച്ചു നിൽക്കുവാൻ മറിയത്തെ കൂടാതെ പറ്റിയല്ല. അതുകൊണ്ടാണ് അലസമായി അലക്ഷ്യമായി എങ്ങനെയൊക്കെ കൊന്തയില്ല പോരാ. അതിൻ്റെ വിശ്വാസധാര ഭക്തിയോടെ ശ്രദ്ധയോടെ ഉണർന്ന് നമ്മൾ ചൊല്ലണം. ഇനി അമ്മയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വൈദികരെ സ്നേഹിക്കാൻ, സന്യസ്തരെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കും. കാരണം വൈദികരുടെ രാജ്ഞിയാണ്, കന്യകളുടെ രാജ്ഞിയാണ് പരിശുദ്ധ മറിയം. ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ എവിടെയെങ്കിലും ഒരു വൈദികനോ ഒരു സന്യസ്തയ്ക്കോ ഒരു പാദമിടറി കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, 10,000-കണക്കിന് വിശുദ്ധരായ വൈദികര് സഭയുടെ ഉന്നതിക്ക് വേണ്ടി ഉണർന്ന് പ്രശോഭിക്കുമ്പോൾ ഒരു പാദമിടറുന്ന അവസ്ഥ സ്വാഭാവികം തന്നെയാ. അവിടെ തളർന്നു പോകരുത്, മറിച്ച് ഓർത്തുകൊള്ളുക, നമ്മൾ തിരിച്ചറിയണം, എൻ്റെ ഒരു വൈദികന് കാലിടറിയാൽ അതിന് കാരണം എൻ്റെ കർത്താവേ, എൻ്റെ കുറവും എൻ്റെ അശുദ്ധിയുമാണെന്നുള്ള ഏറ്റുപറച്ചിൽ നമുക്കുണ്ടാകണം. അതാ ദൈവസ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ അച്ഛനല്ലേ ഇതെന്താ അങ്ങനെ ചെയ്ത്, അങ്ങനെയല്ല. മറിച്ച് ഉണ്ട് പ്രിയമുള്ളവരെ, ഏതെങ്കിലും വ്യക്തിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഞാൻ പൂർണ്ണനാണെന്ന്? ഗർഭന്താളിലെ പരിശുദ്ധ അമ്മയുടെ വെളിപ്പെടുത്തൽ നമുക്കറിയാമല്ലോ. എന്താ അമ്മ പറഞ്ഞത്? സാത്താൻ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞു, എന്താന്നല്ലേ, നിന്റെ 10,000 മക്കളെ മറിച്ചു കളയാൻ എനിക്ക് ഒരാളെ മറിച്ചാ മതി. ആരെയത്? വൈദികനെ. എന്ന് പറഞ്ഞാൽ ഞാൻ ബോധപൂർവം ഉണരണം ഇവിടെ. എന്തെങ്ങനെ? എൻ്റെ വൈദികന്റെ കാവൽക്കാരനായി മാറണം. ഇന്ന് പലപ്പോഴും പ്രിയമുള്ളവരെ ചോദിക്കട്ടെ, വിശ്വാസത്തോടു കൂടി എത്ര കുടുംബങ്ങളിൽ, ഞാൻ ഉൾപ്പെടെ എത്ര കുടുംബങ്ങളിൽ, വാ മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഒരു നന്മ നിറഞ്ഞു പറയുമെങ്കിലും പതിവായി ചൊല്ലുന്ന എത്ര കുടുംബങ്ങളുണ്ട് പ്രിയമുള്ളവരെ? നമ്മൾ മറക്കരുത്, വീടും നാടും വിട്ട് സഭയ്ക്ക് വേണ്ടി ഉരുകിത്തീരുന്ന ആ ജീവിതങ്ങളെ കണ്ട് ഫ്രാൻസിസ് അസീസി വിളിച്ചു പറഞ്ഞു, ഒരു മാലാഖയും ഒരു വൈദികനും വന്നാൽ ഞാൻ ആദ്യം മുട്ടുകുത്തി വൈദികന്റെ പാദങ്ങൾ ചുംബിക്കും. കാരണം അവന്റെ കരങ്ങളിലല്ലേ യേശു എന്ന രക്ഷകൻ ഭൂജാതനാകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ച് ബലം കൊടുക്കണം എൻ്റെ വൈദികനും സന്യസ്തയ്ക്കും. അവൻ നോട്ടമിട്ടിരിക്കുകയാ. കാരണം ഇവനെ മറിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ വിശ്വാസത്തിൽ മുറുകെ പിടിക്കാൻ ഈ അമ്മയോട് ചേരണം, പരിശുദ്ധ അമ്മയോട് ചേരണം. അപ്പോൾ വൈദികരുടെ രാജ്ഞിയായ അമ്മ വൈദികരുള്ള സ്നേഹത്തിൽ നമ്മൾ നിലർത്തും. വിശുദ്ധ ജർത്രൂദിന്റെ ഒരു അനുഭവം ഇങ്ങനെയുണ്ട്, ഒരു ദർശനം. എങ്ങനെയാന്നല്ലേ, മാരക പാപത്തിൽ നിവേദിക്കപ്പെട്ട ഒരു വൈദികൻ, ആ വൈദികൻ ബലിയർപ്പിക്കാൻ വരികയാണ്. അപ്പോൾ ഈ ജർത്രൂദ് കാണുന്നത് കഴുത്തിൽ ചങ്ങല കെട്ടി അന്ധകാര ശക്തികൾ ഈ വൈദികനെ വലിച്ചോണ്ട് വരുന്നതായിട്ട് ജർത്രൂദ് കാണുന്നത്. എന്നാൽ ആ വൈദികൻ കടന്നു വന്ന് സങ്കീർത്തിക്കരികിലെത്തുമ്പോൾ ഈ സക്രാരിക്കരികിൽ നിന്ന് സ്വർഗീയ ദൂതവൃന്ദഗണങ്ങളും പരിശുദ്ധ അമ്മയും കടന്നു ചെന്ന് ഈ വൈദികനെ ഇരുകരങ്ങളും ചേർത്ത് സങ്കീർത്തിക്കുള്ളിലേക്ക് ആനയിച്ച് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ആ പാപത്തിൽ ആഴപ്പെട്ട വൈദികൻ ബലിയർപ്പിക്കുമ്പോൾ സ്വർഗം അതിൻ്റെ പൂർണ്ണതയിൽ ആ ബലി ഉൾക്കൊള്ളുന്നു. കാരണം എന്താണെന്നറിയാമോ? വൈദികന്റെ കുറവല്ല, മറിച്ച് പൗരോഹിത്യത്തിന്റെ മഹിമയാണ്. ജർത്രൂദ് വീണ്ടും കാണുകയാണ്. അത് കഴിഞ്ഞ് കുർബാന അർപ്പിച്ച് കടന്നുപോയി വൈദികൻ ദൂരേക്ക് അകലുമ്പോൾ വീണ്ടും ആ അന്ധശക്തികൾ കൊണ്ടുപോകുക. എന്താണ് പ്രിയമുള്ളവർ ഇതിനർത്ഥം? നമ്മൾ തിരിച്ചറിയണം. ഒരു വൈദികൻ ബലിയർപ്പിക്കുമ്പോൾ എന്താ പറയുന്നത്?
ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും പാകരും ആകുലരുമായവർക്ക് വേണ്ടിയും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും പിന്നെയാ ആ പാവം പറയുന്നത്, അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ എന്ന്. ആ ഏറ്റുപറയുക ആ വൈദികൻ അയോഗ്യനാണെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കണ്ണീരോടെ അല്ലാതെ അവന്റെ പാദം മുത്താൻ നമുക്ക് പറ്റിയല്ല. കാരണം ഇന്ന് ഈ മഹാഭാവി ഈ വേദിയിൽ നിന്ന്, ഈ പരിശുദ്ധ ബലിപീഠത്തിനരികിൽ നിന്ന് പ്രസംഗിക്കാൻ കെൽപ്പ് തന്നത് എൻ്റെ വൈദികനിൽ നിന്നും എനിക്ക് ലഭ്യമായ ദിവ്യകാരുണ്യം അല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് കടപ്പാട് തീരെയല്ല പ്രിയമുള്ളവരെ നമ്മുടെ അച്ഛന്മാരോട്, നമ്മുടെ സന്യസ്തരോട്. എന്നെ ഇന്ന് ആൾക്കാരോട് ചേർത്ത് നിർത്തി കുംഭസാരത്തിന് ജപവും എത്രയും നേള മാതാവൊക്കെ പഠിപ്പിച്ചത് എൻ്റെ സിസ്റ്റർ അല്ലേ? മറക്കാൻ പറ്റുമോ? കുറവുകളുണ്ടെന്നേ, അവർക്ക് കുറവുകളുണ്ട്. ഞാൻ ബലം കൊടുക്കണം, ഞാൻ തളരരുത്. ഒരു കൊച്ചു കൊട്ടി കല്ലെറിഞ്ഞാൽ ചടഞ്ഞു വീഴുന്ന മൺകൊട്ടാരമല്ല തിരുസഭ. തിരുസഭ എന്നത് കാറ്റടിച്ചു, മഴയാഞ്ഞു വീശി, കൊടുങ്കാറ്റ് വീശി, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണില്ല, അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. വലതുകരമൂർത്തി ഹല്ലേലൂയ. വീഴില്ല പ്രിയമുള്ളവരെ, തിരുസഭ വീഴ്ത്താനാവില്ല. അന്ധകാര ശക്തി പ്രബലപ്പെടുകയല്ല. അവിടെ ഇവിടെ ഇച്ചിരി പ്രശ്നം ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് ആടി ഉലയില്ല തിരുസഭ. കത്തോലിക്ക സഭ അത് കർത്താവ് സ്ഥാപിച്ചതാണ്. പരിശുദ്ധമാണ് സഭ. അത് പാപികളിലൂടെയാ കൊണ്ടോ, എല്ലാവരും പാപികളാന്നേ. പാപി ബലഹീനരിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഇന്നും സഭയെ നയിക്കുന്നത്. അതുകൊണ്ടാ ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാന്, സഭയെ സ്നേഹിക്കുവാന്, നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയോടും പരിശുദ്ധ മറിയത്തോടും ഉൾച്ചേർന്നു നീങ്ങേണ്ട ഒരവസ്ഥ, ഒരു പുതിയ മുന്നേറ്റം നമുക്ക് ആവശ്യമുണ്ട്. മാതാപിതാക്കൾ ഉറച്ചു മുന്നേറണം, പ്രാർത്ഥന ഉണരണം, ദിവ്യ കാരുണ്യ ആരാധനകൾ ഉജ്ജ്വലിച്ച് മുന്നേറണം. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങൾ, ചുമ്മാ കൊടുങ്കാറ്റ് വീശുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഒരിക്കലും അത് ക്രിസ്ത്യാനിയെ തകർത്ത് കളയില്ല. കാരണം ഏകവും പരിശുദ്ധവും ശ്രൈകവും സാർവത്രികവുമായ സഭയുടെ മൂല്യം അത്ര വലുതാണ്.